പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരെ CBI അന്വേഷണത്തിന് വിജിലൻസിന്റെ ശുപാർശ. പുനർജനി പദ്ധതിയുടെ പേരിൽ വിദേശത്തു നിന്നും ഫണ്ട് പിരിച്ചതിലെ ക്രമക്കേട് CBI അന്വേഷിക്കണമെന്നാണ് വിജിലൻസിന്റെ ശുപാർശ. ഷെബീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ഷെബീദ്, ഗുഡ് മോർണിംഗ്, പറയൂ വിവരങ്ങൾ. ഈ പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട് വി ഡി സതീഷിനെതിരെ വിജിലൻസിന്റെ അന്വേഷണം നടന്നു വരികയായിരുന്നു. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് ചില തെളിവുകളടക്കമുള്ള ശേഖരണം അത് വിജിലൻസ് നടത്തിയെന്നുള്ളതാണ് ഇപ്പോൾ അവരുടെ അന്വേഷണ റിപ്പോർട്ടിലേക്ക് കണ്ടെത്തൽ. അന്വേഷണ റിപ്പോർട്ട് ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് കൈമാറിയിട്ടുണ്ട്. പ്രധാനമായും 2 നടപടികൾ ഇതുമായി ബന്ധപ്പെട്ട് വിജിലൻസ് ശുപാർശ ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന്റെ അവർ മുഖ്യമന്ത്രിക്ക് നൽകിയതിന് പകർപ്പടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഈ പുനർജനി പദ്ധതിയുടെ പേരിൽ വിദേശത്ത് നിന്നും ഫണ്ട് പിരിച്ചതിലെ ക്രമക്കേട് CBI അന്വേഷിക്കണമെന്നാണ് വിജിലൻസിന്റെ ഒന്നാമത്തെ ശുപാർശ എന്ന് പറയുന്നത്. കാരണം അക്കാര്യത്തിലെ ഫണ്ട് പിരിവ് മാത്രമല്ല മറ്റൊരു വിദേശ രാജ്യത്ത് നിന്നുള്ള സാമ്പത്തിക ഇടപാടക്കമുള്ള കാര്യങ്ങൾ CBI അന്വേഷിക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ CBI പോലൊരു ഏജൻസി അന്വേഷിക്കണമെന്നുള്ളതാണ് വിജിലൻസ് അവരുടെ റിപ്പോർട്ടിൽ ശുപാർശ ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ FCRE നിയമത്തിന്റെ ലംഘനം, സ്വകാര്യ സന്ദർശനത്തിനായി കേന്ദ്ര സർക്കാരിൽ നിന്ന് അനുമതി നേടിയ ശേഷം വിദേശത്ത് പോയി ഫണ്ട് സ്വരൂപിച്ചതും അത് കേരളത്തിലെ അക്കൗണ്ടിലേക്ക് എത്തിച്ചതിലെ നിയമലംഘനം എന്നിവ ചൂണ്ടിക്കാട്ടിയാണ് CBI അന്വേഷണത്തിന്റെ ആവശ്യകതയിലേക്ക് വിജിലൻസ് ശുപാർശ ചെയ്തിരിക്കുന്നത്. FCRA നിയമം 2010 സെക്ഷൻ 3(2)A പ്രകാരം CBI അന്വേഷണം നടത്തണമെന്നാണ് വിജിലൻസിന്റെ ശുപാർശ. മറ്റൊന്ന്, രണ്ടാമത്തെ കാര്യം, കേരള നിയമസഭയുടെ റൂൾ ഓഫ് പ്രൊസീജിയേഴ്സിലെ അനുബന്ധം 2 റൂൾ 41 പ്രകാരം നിയമസഭാ സാമാജിക തരത്തിൽ നടത്തിയ നിയമലംഘനത്തിന് സ്പീക്കർ നടപടി സ്വീകരിക്കണമെന്നും, അതായത് വി ഡി സതീഷിനെതിരെ സ്പീക്കർ നടപടി സ്വീകരിക്കണമെന്നും വിജിലൻസ് ശുപാർശ ചെയ്തിട്ടുണ്ട്. ഈ മണപ്പാട് ഫൗണ്ടേഷൻ എന്ന പേരിൽ പുനർജനി പദ്ധതിക്കായി ഫൗണ്ടേഷൻ രൂപീകരിച്ച് വിദേശത്ത് നിന്ന് പണം സ്വീകരിച്ചു എന്നുള്ളതാണ് വിജിലൻസ് അന്വേഷണത്തിലെ കണ്ടെത്തൽ. ആ കണ്ടെത്തലാണ് ഇപ്പോൾ റിപ്പോർട്ടായി നൽകിയിരിക്കുന്നത്. UK യിൽ നിന്നും 22,500 പൗണ്ട്, അതായത് 19,95,880 രൂപ വിവിധ വ്യക്തികളിൽ നിന്നും സമാഹരിച്ച് മണപ്പാട് ഫൗണ്ടേഷന്റെ അക്കൗണ്ടിലേക്ക് അയച്ചുവെന്ന് കണ്ടെത്തിയെന്ന് വിജിലൻസ് പറയുന്നുണ്ട്. UK ആസ്ഥാനമായിട്ടുള്ള മിഡ്ലാൻഡ് ഇന്റർനാഷണൽ എയ്ഡ് ട്രസ്റ്റ് എന്ന NGO വഴിയാണ് മണപ്പാട് ഫൗണ്ടേഷന്റെ FCRA അക്കൗണ്ടിലേക്ക് പണം അയച്ചത്. UK യിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുത്തവരോട് പ്രളയബാധിതരായ സ്ത്രീകൾ പുനരധിവാസത്തിന്റെ ഭാഗമായി നെയ്ത്തുയന്ത്രം വാങ്ങാൻ 500 പൗണ്ട് വീതം നൽകണമെന്ന് വി ഡി സതീശൻ അഭ്യർത്ഥിക്കുന്ന വീഡിയോ തെളിവായി വിജിലൻസ് പരിശോധിച്ചിട്ടുണ്ട്. എന്തായാലും വിജിലൻസിന്റെ ഈ നീക്കം നിർണായകമാണ്. 2 പ്രധാനപ്പെട്ട നടപടികൾ വിജിലൻസ് ശുപാർശ ചെയ്യുന്നു അവരുടെ അന്വേഷണത്തിന് ശേഷം. ഒന്ന്, CBI അന്വേഷണം. 2, ഇക്കാര്യത്തിൽ സ്പീക്കർ ഈ വിഷയത്തിൽ നടപടി സ്വീകരിക്കണമെന്നുള്ള ശുപാർശ. ഏതായാലും നിയമസഭാ സാഹചര്യത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരെയുള്ള വിജിലൻസിന്റെ ശുപാർശ വലിയ ചർച്ചയാകും. മുഖ്യമന്ത്രിയുടെ മുൻപിലാണ് ഇപ്പോൾ ഈ റിപ്പോർട്ടുള്ളത്. മുഖ്യമന്ത്രിയുടെ തുടർ നീക്കങ്ങൾ ശ്രദ്ധേയമായി മാറുകയും ചെയ്യും. SKN. ഓക്കെ, ഷെബീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. ഷെബീദ്, ശരിക്കും ഈ ചടുലമായ രീതിയിലാണ് ഈ കാര്യത്തിൽ സർക്കാർ നീങ്ങുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വിഷയത്തിലെ മുഖ്യമന്ത്രിയുടെ തീരുമാനം അത് നിർണായകമായി മാറും. പ്രത്യേകിച്ച് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുകയാണ് LDFും സർക്കാരും. സ്വാഭാവികമായും ഈ വിഷയത്തിൽ സർക്കാർ എടുക്കുന്ന തുടർ തീരുമാനം അത് രാഷ്ട്രീയമായി വ്യാഖ്യാനിക്കുമെന്നുള്ള കാര്യം അത് സംശയമില്ലാത്തതാണ്. മാത്രമല്ല, ഈ വിഷയത്തിൽ ഇപ്പോൾ വിജിലൻസിന്റെ കണ്ടെത്തൽ കുറച്ചുകൂടി ഗുരുതരമാണ് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ SKN വളരെ പ്രധാനപ്പെട്ട കണ്ടെത്തൽ അത് വിജിലൻസ് നടത്തിയിട്ടുണ്ട്. മാത്രമല്ല, അവരുടെ റിപ്പോർട്ടിൽ തന്നെ അക്കാര്യം ഓഡിറ്റഡായി പറയുകയും ചെയ്തിട്ടുണ്ട്. തെരുവ് പരിശോധിച്ചു എന്നൊക്കെയുള്ള കാര്യങ്ങൾ അവർ പറയുന്നത്. വി ഡി സതീശനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ പ്രതികരണം നമുക്ക് വരും മണിക്കൂറുകൾ പ്രതീക്ഷിക്കാം. അദ്ദേഹം നിലവിൽ തിരുവനന്തപുരത്തില്ല, എറണാകുളം, ഇടുക്കി എന്നീ സ്ഥലങ്ങളാണ് അദ്ദേഹം ഉള്ളത്. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ ഇതൊരു രാഷ്ട്രീയ നീക്കമായി കൂടി ഒരുപക്ഷെ വിവക്ഷിക്കപ്പെടാമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ ഈ പന്ത് അല്ലെങ്കിൽ റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ കളത്തിലാണുള്ളത്. മുഖ്യമന്ത്രി ഇതിലെടുക്കുന്ന തീരുമാനം നിർണായകമാകും. വിജിലൻസിനെ സംബന്ധിച്ച് അവർ പറയുന്ന 2 പ്രധാനപ്പെട്ട ചട്ടലംഘനങ്ങൾ, ഒന്ന് FCRE നിയമത്തിന്റെ ലംഘനം, സ്വകാര്യ സന്ദർശനത്തിനായി കേന്ദ്ര സർക്കാരിൽ നിന്ന് അനുമതി നേടിയ ശേഷം വിദേശത്ത് പോയി ഫണ്ട് സ്വരൂപിച്ചു, അത് കേരളത്തിലെ അക്കൗണ്ടിലേക്ക് എത്തിച്ചു. ഇത് ഗുരുതരമായ ഒരു കുറ്റകൃത്യമാണ്, ഒരു സാമ്പത്തിക ക്രൈമാണ്. അതുകൊണ്ട് തന്നെ ആ വിഷയം CBI അന്വേഷിക്കണമെന്നുള്ളതാണ് ഈ വിജിലൻസിന്റെ ഇപ്പോഴത്തെ അവരുടെ ശുപാർശ. അവരുടെ റിപ്പോർട്ട്, അന്തിമ റിപ്പോർട്ടിലെ ശുപാർശയെ പറയുന്നത് ചില വകുപ്പുകളടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. FCRA നിയമം 2010 സെക്ഷൻ 3(2)A ആണ്. അതൊക്കെ ഗുരുതരമായിട്ടുള്ള കാര്യങ്ങളാണ്. രണ്ടാമത്തേത്, ഇതുമായി ബന്ധപ്പെട്ട നിയമസഭാ സ്പീക്കർക്ക് നടപടി സ്വീകരിക്കാൻ നിയമസഭാ സ്പീക്കർ നടപടി എടുക്കണം എന്നുള്ള ശുപാർശയും ഇപ്പോൾ ആ റിപ്പോർട്ടിലുണ്ട്. ഏതായാലും വിജിലൻസിന്റെ നീക്കം നിർണായകമാണ്. മുഖ്യമന്ത്രി തുടർന്ന് ഇക്കാര്യത്തിൽ എടുക്കുന്ന നീക്കങ്ങൾ അത് രാഷ്ട്രീയമായി വലിയ തരത്തിൽ ചർച്ചയാകും. പ്രത്യേകിച്ച് സർക്കാർ ഒരു പ്രതിരോധത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ആ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവിനെതിരെ നടപടിക്ക് അനുമതി നൽകിയാൽ അത് മറ്റൊരു തരത്തിൽ വിവക്ഷിക്കുകയും ചെയ്യും. SKN. ഷെബീദ്, ശരിക്കും ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്ന പശ്ചാത്തലത്തിലാണോ ഈ സംസ്ഥാന വിജിലൻസിന്റെ ഈ നീക്കം? നമുക്ക് അത് അന്വേഷിക്കാൻ കഴിഞ്ഞോ?
ഈ പുനർജനിയുമായി ബന്ധപ്പെട്ടുള്ള വിജിലൻസിന്റെ അന്വേഷണം പുരോഗമിച്ചു വരികയാണ്. നമുക്കറിയാം, ആ പരാതി എത്തുന്നു. പരാതിയിൽ ആദ്യഘട്ടത്തിൽ വിജിലൻസ് ഒരു പ്രാഥമിക പരിശോധന, ഒരു ക്വിക്ക് വെരിഫിക്കേഷൻ നടത്തുന്നു. അതിനുശേഷമാണ് അവരുടെ വിശദാന്വേഷണത്തിലേക്ക് അവർ കടന്നത്. മാത്രമല്ല, ഈ പരാതി അത് വിജിലൻസിന്റെ അന്വേഷണത്തിന്റെ ഘട്ടത്തിലൊക്കെ വിജിലൻസ് ഒരു പ്രത്യേക സ്റ്റാൻഡ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എടുത്തിരുന്നു. പ്രത്യേകിച്ച് സാമ്പത്തിക കുറ്റകൃത്യമായതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ പരമാവധി തെളിവ് ശേഖരണം കോടതിയിലടക്കം ചോദ്യം ചെയ്യാൻ അത് കാരണമാകും. അതുകൊണ്ട് തന്നെ പരമാവധി തെളിവ് ശേഖരണം എന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ ഈ UK-യിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുത്തവരോട് പ്രളയബാധിതരായ സ്ത്രീകൾക്ക് പുനരധിവാസത്തിന്റെ ഭാഗമായി നെയ്ത്തിയന്ത്രം വാങ്ങാൻ 500 പൗണ്ട് വീതം നൽകണമെന്ന് വി ഡി സതീശൻ അഭ്യർത്ഥിക്കുന്ന ഒരു വീഡിയോ അത് തെളിവായി വിജിലൻസിന് ലഭിച്ചു. വിജിലൻസ് അക്കാര്യം കൂടി പരിശോധിച്ചിട്ടുണ്ട്. അവരുടെ അന്വേഷണ റിപ്പോർട്ടിൽ ആ വീഡിയോയെക്കുറിച്ച് അടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. രണ്ടാമത്തേത് ഇതിന്റെ ട്രാൻസാക്ഷനാണ്, മണി ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട കാര്യമാണ്. UK ആസ്ഥാനമായിട്ടുള്ള മിഡ്ലാൻഡ് ഇന്റർനാഷണൽ എയ്ഡ് ട്രസ്റ്റ് എന്ന NGO വഴിയാണ് മണപ്പാട് ഫൗണ്ടേഷന്റെ FCRE അക്കൗണ്ടിലേക്ക് ഈ പണം അയച്ചത്. അതിന്റെ സാമ്പത്തിക രേഖകൾ വിജിലൻസ് ശേഖരിച്ച് സ്ഥിരീകരിച്ചിരുന്നു. സ്വാഭാവികമായും വിജിലൻസിനെ സംബന്ധിച്ച അന്വേഷണ റിപ്പോർട്ട് അത് കൊടുക്കണം, അത് അവർ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിൽ ശുപാർശ ചെയ്തിരിക്കുന്നത് ഒന്ന്, നിയമപ്രകാരം അത് CBI അന്വേഷണത്തിന് വഴിവെക്കുന്നതാണെന്ന് പറയുന്നു. രണ്ടാമത്തെ കാര്യമാകട്ടെ, അത് അതിനകത്തൊരു നിയമ നടപടിക്ക് സാധ്യതയുണ്ട്, അതല്ലെങ്കിൽ നിയമസഭാ സാമാജികൻ എന്ന രീതിയിൽ നിയമസഭാ സ്പീക്കർക്ക് നിയമ നടപടിക്ക് സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി വിജിലൻസ് അന്വേഷിച്ച് കണ്ടെത്തി പറയുന്നു. സാധാരണഗതിയിൽ വിജിലൻസിന്റെ ഇത്തരം റിപ്പോർട്ടുകൾ മുഖ്യമന്ത്രിയുടെ പക്കലെത്തിയാൽ മുഖ്യമന്ത്രിയുടെ തീരുമാനം നിർണായകമാകും. ഈ നിയമസഭാ തിരഞ്ഞെടുപ്പ് കഴിയും വരെ അത് പിടിച്ചു വെക്കുമോ, അതല്ല അത് തുടരനുമതിക്ക് വേണ്ടി അല്ലെങ്കിൽ മുഖ്യമന്ത്രി തുടരനുമതി നൽകി കഴിഞ്ഞാൽ അത് സ്വാഭാവികമായും CBI കേസിന്റെ അന്വേഷണം കൈമാറണം. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് സാഹചര്യത്തിൽ അങ്ങനെ ഒരു നീക്കം വന്നാൽ സ്വാഭാവികമായും കോൺഗ്രസ് അതിനെ പ്രതിരോധിക്കുക. രാഷ്ട്രീയമായി CPM പകരം വീട്ടുന്നു, അതല്ലെങ്കിൽ രാഷ്ട്രീയമായി CPM അധികാരം ഉപയോഗിച്ചുകൊണ്ട് ചില നീക്കങ്ങൾ നടത്തുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ കോൺഗ്രസ് പ്രതിരോധമായി ഉയർത്തും. വിജിലൻസിനെ സംബന്ധിച്ച് അവരുടെ അന്വേഷണ റിപ്പോർട്ട് അവർ സാധാരണഗതിയിൽ കൊടുക്കുന്നുവെന്ന് മാത്രമേ അവർ പറയുകയുള്ളൂ. പക്ഷേ ഏതായാലും ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ തീരുമാനമാണ് ശ്രദ്ധേയം. മുഖ്യമന്ത്രി എന്ത് തീരുമാനമെടുത്താലും അത് വരും ദിവസങ്ങളിൽ വലിയ ചർച്ചയ്ക്ക് വഴിവെക്കുകയും ചെയ്യും. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.